ഇതെന്താ തുടക്കത്തന്നെ ഒരു ന്യൂസ് പേപ്പർ എന്നല്ലേ? പേടിക്കേണ്ട കേസ് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുന്നൊരു പൊതിച്ചോറ് റെസിപ്പി ആട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വാട്ടിയ വാഴയിലേക്ക് കുറച്ച് എണ്ണ, അതായത് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് വെതറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അത് എല്ലാവരും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മോസ്റ്റായിട്ടും നമ്മുടെ പൊതിച്ചോറ് ഉണ്ടാക്കാറ്. പിന്നെ അതിലേക്ക് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി വേണമെങ്കിലും വെക്കാം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികൾ മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് അടിപൊളിയായിട്ട് അരച്ചെടുത്ത് ചമ്മന്തി വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം അതിന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പൊട്ടറ്റോ ഫ്രൈ കേട്ടോ. പൊതിച്ചോറിൽ പൊട്ടറ്റോ ഫ്രൈ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ഇവിടെ ഇറച്ചിയൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സോയ ഉണ്ടായിരുന്നു, അതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവർക്കും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമുള്ളൂ പൊതിച്ചോറിൽ, മുട്ട പൊരിച്ചത്. അതും കൂടെ വെച്ചിട്ട് എനിക്കിത് അങ്ങനെ കറക്റ്റായിട്ട് മടക്കാനൊന്നും കിട്ടത്തില്ല, പക്ഷേ എനിക്ക് കിട്ടിയ കണക്ക് ഞാൻ ജസ്റ്റ് നല്ലതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ കുറച്ചധികം സമയം, അതായത് ഉച്ച സമയത്താട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് തുറന്നിട്ട് ഞാൻ നന്നായി അങ്ങ് മണത്ത് നോക്കിയത്, നല്ല കിട്ടു സ്മെല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാത്തുനിന്നും കുറച്ചീശെ ആ ചോറിലേക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് നന്നായി അങ്ങ് കുഴച്ച്, എൻ്റെ വായിൽ ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉരുള എടുത്തങ്ങ് കഴിക്കണം ഗൈസ്. പൊളിയാണ്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം വായിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഏത് ബിരിയാണിയോ മറ്റെന്ത് കഴിച്ചാലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ കിട്ടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.